സത്യവിശ്വാസിയായ ഓരോ മുസൽമാനായി ഹൃദയാന്തരത്തിൽ ആവേശമുള്ള ഒരു മുസൽമാനായി കൊണ്ട് ഓരോരുത്തരും ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് അവന്റെ ജീവിതത്തിന്റെ വഴിയോരങ്ങൾ അവൻ ധന്യമാക്കണം. അപ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ അവന്റെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് അവിടുന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ രണ്ട് അനുഗ്രഹങ്ങളെങ്ങാനും ആ മനുഷ്യന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ മനുഷ്യൻ ആ വിഷയത്തിൽ അശ്രദ്ധവാന്മാരായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാൻ, നിഅമതാനി മഗ്ബൂനു ഫീഹിമാ കസീറുൻ മിനന്നാസ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവേ പടച്ചറബ്ബേ, രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് അവിടുന്ന് റസൂലുള്ളാഹി പറയുകയാണ്, ഈ രണ്ട് അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഈ രണ്ട് അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ അവൻ അശ്രദ്ധവാന്മാരായി മാറുകയാണ്. സഹാബ, അതുകൊണ്ട് നിങ്ങൾ അശ്രദ്ധവാന്മാരാകുന്നത് ശ്രദ്ധിക്കണേ സഹാബ എന്നവിടെ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു, ഏതെന്നറിയോ? അസ്സിഹ്ഹത്തു, ഒന്നാമത്തെ അവന്റെ ആരോഗ്യമാണല്ലോ. പടച്ചുറബ് അസ്സിഹ്ഹത്തു വൽ രണ്ടാമത്തത് പടച്ചുറബ് അവനിക്ക് കൊടുക്കുന്ന ഒരുപാട് ഒഴിവ് സമയങ്ങളുണ്ടല്ലോ, അവന്റെ ഓരോ കാലങ്ങളുണ്ടല്ലോ, അതിനെ കുറിച്ചാണ് സഹാബ എന്നിവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പടച്ചുറബ് നമുക്ക് തന്ന ആരോഗ്യവും അതേപോലെ തന്നെ ഒഴിവ് സമയങ്ങളും അല്ലാഹുവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നമ്മളെ കൊണ്ട് കഴിയണേ ഉമ്മ. ദുനിയാവിന്റെ തൊലിക്ക് മുകളില് എല്ലാവിധ അനുഗ്രഹങ്ങളും മുഴുവനും നമ്മളൊരു കരങ്ങളെ കൊണ്ട് സ്വീകരിച്ചിട്ട് എല്ലാം നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ട് ആ പടച്ചുറബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ മുഴുവനും നമ്മൾ വാരിയെടുത്തിട്ട് അല്ലാഹുവിനെ മറക്കുന്ന ചെറുപ്പക്കാരാ, പടച്ചുറബിനെ ധിക്കരിച്ചിട്ട് കടന്നു പോകുന്ന മുസ്ലിമേ, ഇത് നിന്നെ കുറിച്ചാ അല്ലാഹു പറയുന്നത്, ഇത് നിന്നെ കുറിച്ചാ അല്ലാഹു പറയുന്നത്. പടച്ചുറബ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ രണ്ട് അനുഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് അല്ലാഹു തന്ന ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് എടുത്തു നോക്കണേ വാപ്പാ. അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യമുണ്ടല്ലോ, ആ ആരോഗ്യമൊന്ന് എടുത്തിട്ട് നോക്കുക. നിന്റെ കണ്ണിന്റെ, നിന്റെ കാഴ്ചയുടെ, പടച്ചുറബേ നിന്റെ കേൾവിയുടെ, നിന്റെ സംസാരത്തിന്റെ, നിന്റെ ചിന്തയുടെ എല്ലാ ഭാഗങ്ങളും എടുത്തിട്ട് പരിശോധിച്ചു നോക്കുക. എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖൈറുകൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം സ്വീകരിച്ചിട്ടോ, ഇതെല്ലാം തന്റെ ഹൃദയത്തേക്ക് ചേർത്ത് വെച്ചിട്ടോ പടച്ചുറപ്പിനെ മറക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? നമസ്കാരമില്ല, നോമ്പില്ല, സകാത്തുകളില്ല, പടച്ചുറപ്പിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യാൻ തയ്യാറല്ല. ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് കുടിച്ചിട്ടോ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് പിൻപറ്റിയെടുത്തിട്ടോ അവിടെ ഒരു കരങ്ങളെ കൊണ്ട് സ്വീകരിച്ചിട്ടോ പടച്ചുറപ്പിനെ ധിക്കരിച്ചിട്ട് നടന്നു പോയാ അല്ലാഹു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ വാപ്പാ? അല്ലാഹു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഉമ്മ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ അഹങ്കരിച്ചിട്ട് കടന്നു പോകുമ്പോൾ ആ പടച്ചുറപ്പ് നമ്മെ കുറിച്ചിട്ട് എല്ലാം അറിയുന്നവനാണ്. പടച്ചുറപ്പേ, കരിമ്പാറക്കെട്ടിന്റെ മുകളിലൂടെ വീട്ടിന്റെ ഉള്ളറയിൽ പോലെ പടച്ചുറപ്പേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കരിമ്പുണ്ടല്ലോ, നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ കഴിയാത്ത കരിമ്പുണ്ടല്ലോ. ആ കരിമ്പണ്ടിനെ പടച്ചുറപ്പേ തന്റെ കണ്ണുകൊണ്ട്, തന്റെ തെറ്റുകൊണ്ട്, തന്റെ ചിന്തകളെ കൊണ്ട് കാണാൻ അത് പടച്ചുറപ്പിന് കഴിയുമല്ലോ ഉമ്മ.
ദുനിയാവിന്റെ തൊലിക്കലുകളിലൂടെ കടന്നു പോകുമ്പോൾ, പടച്ചറപ്പെ ഒരുപാട് തെറ്റുകളുടെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ, ഇന്ന് പബ്ലിക്കായിട്ട് ചെയ്യാൻ നമുക്ക് മടിയാണല്ലോ. എന്നാൽ ഏതെങ്കിലും ഇരുട്ടിന്റെ ഉള്ളറയിൽ കടന്നു പോയിട്ട്, ഏറ്റവും വലിയ പാറക്കെട്ടിന്റെ ഉള്ളറയിൽ കടന്നു പോയിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ തെറ്റുകൾ ചെയ്താൽ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഒരു മഹ്ലൂക്കിനും അവന് തെറ്റ് ചെയ്തെന്ന് പറയാൻ കഴിയില്ലല്ലോ. എന്താ നമ്മെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന ഏകനായ പടച്ചറപ്പുണ്ടല്ലോ. ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകങ്ങളെ ഒരുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളയുണ്ടല്ലോ. ആ പടച്ചറപ്പിനെ പറയാൻ കഴിയുമല്ലോ. ആ പടച്ചറപ്പിനെ പറയാൻ കഴിയുമല്ലോ. ആര് കണ്ടിട്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് ചെറുപ്പക്കാരാ, അല്ല കാണുന്നുണ്ട് പൊന്നുമോനെ. ആരും കാണരുതെന്ന് വിചാരിച്ചിട്ട് പടച്ചറപ്പേ എത്രയോ കാട്ടിന്റെ ഉള്ളറയിൽ പോയിട്ട്, ഏതെങ്കിലും വല്ല റൂമിലും പോയിട്ട് ലോഡ്ജെടുത്തിട്ട് തെറ്റുകളുടെ കൂമ്പാരങ്ങളെ ചിന്തിച്ച, തെറ്റുകളുടെ കൂമ്പാരങ്ങളെ ചെയ്തു കൂട്ടിയാൽ അത് ഏകനായ പടച്ചറപ്പ് അറിയുമെന്ന ബോധം നിനക്ക് വേണേ മോനെ. അതുകൊണ്ട് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ശരീരത്തിൽ തന്ന ആരോഗ്യമുണ്ടല്ലോ, നിനക്ക് പടച്ചറപ്പ് തന്ന ഒരു സമയമുണ്ടല്ലോ. എടാ, ഇത് നല്ല രീതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ഉമ്മ. അല്ലാതെ നമ്മൾ തെറ്റുകട വഴികളിലൂടെ കടത്തിവിടരുതോ. പടച്ചറപ്പിന്റെ ഇഷ്ടമില്ലാത്തത് കാണരുതോ, ഇഷ്ടമില്ലാത്തത് പ്രവർത്തിക്കരുതോ, ഇഷ്ടമില്ലാത്തത് ചിന്തിക്കരുതോ. പടച്ചറപ്പേ എല്ലാ ഹറാമിൽ നിന്നും മാറി നിന്നുകൊണ്ടൊരു ജീവിതം നമുക്ക് പടച്ചറപ്പേ നടത്താൻ അല്ലാഹ് നമ്മുടെ ഹൃദയത്തിനകത്ത് അതിനുള്ള ഈമാനെ പടച്ചു തമ്പുരാന് തന്നിട്ടില്ലല്ലോ. ഒരു സഹാബത്തിനെ പോലെ, താബിഈങ്ങളെ പോലെ, താബിഈങ്ങളെ പോലെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നടക്കാൻ പടച്ചറപ്പേ സാധാരണക്കാരപ്പായ നമുക്കൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ ഉമ്മ, കഴിയും വിധം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ. നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് തെറ്റിന്റെ കൂമ്പാരങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചറപ്പേ ഇസ്ലാമിന്റെ ആവേശം ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ ഉമ്മ. അല്ലാഹുവേ, പരിശുദ്ധമായ ദീനിലെ മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് ധീരത കാണിച്ച മഹാനായ പടച്ചറപ്പേ ജഅഫർ റളിയല്ലാഹു തആല അൻഹു, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു, പടച്ചറപ്പേ ഇസ്ലാമിനൊരു യുദ്ധം കടന്നു വരികയാണ്. മുഅത്തദ് യുദ്ധം കടന്നു വരികയാണല്ലോ. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള അബ്ദുല്ലാഹി ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഒരുപാട് സഹാബത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പങ്കെടുക്കാത്ത യുദ്ധമാണ് മുഅത്തദ് യുദ്ധം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന സഹാബ, പരിശുദ്ധമായ ഇസ്ലാമിലൊരു യുദ്ധം അനിവാര്യമായിട്ടുണ്ട് സഹാബ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ പടച്ചറപ്പേ ആവേശത്തോടു കൂടി സഹാബത്ത് മുന്നോട്ട് കടന്നു വരികയാണല്ലോ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, പടച്ചറപ്പിന്റെ ദീനിനല്ലേ നബിയേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ടാണല്ലോ. പടച്ചറപ്പേ ഇത് കേൾക്കുന്ന സഹാബത്ത് മുഴുവനും ഹൃദയത്തിൽ വല്ലാത്ത ആവേശം എന്തെന്നറിയോ? ഈ യുദ്ധത്തിലെങ്ങാനും ഷഹീദായാൽ പടച്ചറപ്പിന്റെ പരമോന്നമായ പരിശുദ്ധമായ സ്വർഗലോകത്തിലേക്ക് ഷഹീദായിട്ട് പച്ചക്കിളികളെ പോലെ പറന്നു പോകാമല്ലോ. സ്വർഗത്തിന്റെ കിരീടം വെച്ചിട്ടോ, സ്വർഗത്തിന്റെ ഒരുപാട് പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് പറന്നു പോകാമെന്ന് വിചാരിച്ചുകൊണ്ടോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് മുഴുവനും കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅത്തദ് യുദ്ധത്തെ കുറിച്ചിട്ട് അവിടെ പറയുമ്പോൾ
പടച്ചുറപ്പേ സ്വഹാബത്തിനൊക്കെ വല്ലാത്ത ആവേശമാ. തന്റെ മുമ്പിൽ കൂടിയ സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറയുകയാ, യാ സ്വഹാബാ, പരിശുദ്ധമായ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അല്ലാഹുവേ പരിശുദ്ധ യുദ്ധം നയിക്കാൻ ലീഡർമാര് വേണമല്ലോ. റസൂലുള്ളാഹി തെരഞ്ഞെടുക്കുകയാ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, ഹാരിസ, ഈ പരിശുദ്ധമായ യുദ്ധത്തിന്റെ ഒന്നാമത്തെ ക്യാപ്റ്റൻ നിങ്ങളാ. ഈ പരിശുദ്ധമായ യുദ്ധം നയിക്കേണ്ടത് നിങ്ങളാണ് ഹാരിസ. പടച്ചുറപ്പേ, എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി പറയുകയാ, സയ്യിദ് ബിൻ ഹാരിസ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഈ പരിശുദ്ധമായ യുദ്ധം പിന്നീട് നടത്തേണ്ടത് ജഅഫർ റളിയല്ലാഹു തആല അൻഹുവാ. പിന്നെയോ ജഅഫർ ശഹീദായ അബ്ദുല്ലാഹി ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവാ. അല്ലാഹുവേ, 3 സഹാബത്തിനെയും അവിടുന്ന് തെരഞ്ഞെടുക്കുകയാ. യുദ്ധം അവിടുന്ന് ഇങ്ങനെ കൊടുമ്പിന് കൊള്ളുകയാ. പടച്ചറപ്പേ, യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്തൊക്കെ പായുകയാണല്ലോ. സഹാബത്തിന് വല്ലാത്ത ആവേശമായി വീട്ടിലേക്ക് കടന്നു ചെന്നു. പടച്ചറപ്പേ, ജഅഫർ റളിയല്ലാഹു തആല അൻഹു ജഅഫർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, പെണ്ണേ, പരിശുദ്ധമായ ഇസ്ലാമിലെ യുദ്ധം അനിവാര്യമായിട്ടുണ്ടല്ലോ. ഒരു യുദ്ധം അനിവാര്യമായിട്ടുണ്ടല്ലോ. എല്ലാ സ്വഹാബത്തും യുദ്ധത്തിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഞാനും പോവുകയാണല്ലോ. പടച്ചുറപ്പേ, ജഅഫർ റളിയല്ലാഹു തആല അൻഹു നോമ്പുകാരനാ. അവിടെ നിന്നും നോമ്പുകാരനാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്ന, പെണ്ണോ, നിന്റെ ജീവിതത്തിലുണ്ടല്ലോ പടച്ചുറപ്പേ വിധിയുണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ, അല്ലെങ്കിൽ പടച്ചു തമ്പുരാന്റെ സ്വർഗത്തിൽ വെച്ചിട്ട് നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടോ ജഅഫർ റളിയല്ലാഹു തആല പടച്ചുറപ്പേ യുദ്ധത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. അല്ലാഹുവേ, വീട്ടിൽ നിന്ന് കടന്നുപോയ ജഅഫർ റളിയല്ലാഹു തആല യുദ്ധം ഇങ്ങനെ ഘോരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയോ, ശത്രുക്കൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ടോ. പടച്ചുറപ്പേ, ഓരോ മുസ്ലിമീങ്ങളെയും അവിടെ നിന്ന് ആക്രമിക്കുന്നുണ്ടോ. ശത്രുക്കൾ അങ്ങോട്ട് മുസ്ലിമീങ്ങളെ എതിർക്കുന്നുണ്ടോ. യുദ്ധം ഇങ്ങനെ കൊടുമ്പിന് കൊള്ളുമ്പോ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല ശത്രുവിന്റെ വെട്ടേറ്റിട്ട് പിടഞ്ഞു വീഴുക. യുദ്ധത്തിന്റെ രണാങ്കണത്തിലോ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ അവിടെ നിന്ന് പടച്ചുറപ്പോ അവിടെ നിന്നും പിടഞ്ഞു വീഴുകയാണല്ലോ. അല്ലാഹുവേ, സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ കൊടി നിലത്ത് വീഴുകയാ. പടച്ചുറപ്പേ, ജഅഫർ തങ്ങളാണല്ലോ യുദ്ധം നയിക്കേണ്ടത്. ജഅഫർ തങ്ങളാണല്ലോ യുദ്ധം നയിക്കേണ്ടത്. ജഅഫർ തങ്ങളോ പടച്ചുറപ്പേ ഇതങ്ങ് കാണുമ്പോൾ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. എന്നിട്ടോ അവിടെ നിന്നും പറയുന്നു, പടച്ചുറപ്പേ, യുദ്ധത്തിന്റെ കൊടി പടച്ചുറപ്പേ ഇസ്ലാമിന്റെ കൊടി നിലത്ത് വീഴാൻ പാടില്ലല്ലോ. അവിടെ നിന്ന് തന്റെ ഹൃദയത്തേക്ക് ചേർത്ത് വെക്കുകയാ. ആ കൊടിയുടെ യുദ്ധം നടത്തുകയാ. പടച്ചുറപ്പേ, ജഅഫർ റളിയല്ലാഹു തആല യുദ്ധം നടത്തി യുദ്ധം തുടങ്ങുകയാ. ശത്രുക്കൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഒരു ശത്രു വന്നിട്ട് ജഅഫർ റളിയല്ലാഹു തആല ന്റെ കൈയങ്ങ് മുറിക്കുകയാ. വലത് കൈയിൽ ആനങ്ങ് വെട്ടുകയാ. പടച്ചുറപ്പേ, മുട്ടിന്റെ താഴെ അല്ലാഹുവേ, ജഅഫർ റളിയല്ലാഹു തആല ന്റെ കൈയങ്ങനെ തൂങ്ങിയിരിക്കുമ്പോ ആ കൊടിയെടുത്തിട്ട് പടച്ചുറപ്പേ വലത് കൈയിലേക്ക് ഇടത് കൈയിലേക്ക് പിടിക്കുകയാണല്ലോ. ജഅഫർ റളിയല്ലാഹു തആല തന്റെ കൈ ഇങ്ങനെ നിലത്ത് വെച്ചു. പടച്ചുറപ്പേ, വല്ലാത്ത വേദനയാണല്ലോ. ഒരു തൊലിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണല്ലോ. ജഅഫർ റളിയല്ലാഹു തആല യുദ്ധം ചെയ്യുമ്പോ ജഅഫർ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസം കടന്നു വരികയോ. കാരണം എന്തെന്നറിയോ, ഈ കൈ
ഇങ്ങനെ തൂങ്ങിയാടുകയാ. ജഅഫർ റളിയല്ലാഹു തആല തന്റെ കൈയെന്ന് നിലത്ത് കുത്തി വെക്കുകയാ. എന്നിട്ട് പടച്ചോപ്പേ വലത് കൈ കാലെടുത്തിട്ട് ആ വലത്തെ കൈയിൽ തൂങ്ങിയാടുന്ന വലത്തെ കൈയിന്റെ ഉള്ളിലേക്ക് വെച്ച് അമർത്തി ചവിട്ടുകയാ. എന്നിട്ടങ്ങ് പാഞ്ഞ് സ്പീഡായിട്ട് വല്ലാതെ വേഗതയിലങ്ങ് എണീറ്റപ്പോ പടച്ചോപ്പേ കൈ ഇവിടെ നിന്ന് അറ്റു പോന്നല്ലോ. പടച്ചോപ്പേ നമുക്ക് സഹിക്കാൻ കഴിയുമോ? ഇതാടാ ദീനിന്റെ ആവേശം എന്ന് പറഞ്ഞ ഈ വാരിക ആവേശം എന്ന് പറയുന്നത് പരിശുദ്ധമായ ദീനിലുള്ള ഇസ്സത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചോപ്പേ ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ, ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങനെ യുദ്ധം ഇങ്ങനെ നടക്കുകയാ. ഒരു കൈ മുറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ അവിടെ നിന്ന് യുദ്ധം നടക്കുകയാ. പടച്ചോപ്പേ ഇടത് കൈയിൽ കൊടി പിടിച്ചിരിക്കുകയാ. ഒരു ശത്രു കടന്നു വരികയാ. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇടത് കൈ മുറിച്ചു മാറ്റുകയാ. രണ്ട് കൈയും നഷ്ടപ്പെട്ടിരിക്കുകയാ. റബ്ബേ ഇടത്തെ കൈയിൽ നിന്നുണ്ടല്ലോ, ഇടത്തെ കൈയിൽ നിന്ന് കൊടിയങ്ങ് താഴെ വീഴാൻ പോകുമ്പോ പടച്ചറബ്ബേ ഇസ്ലാമിന്റെ കൊടി ഒരിക്കലും തന്നെ താഴെ വീഴാൻ പാടില്ലല്ലോ. അവിടെ നിന്നെടുത്തിട്ട് തന്റെ തുടയിൽ ഇങ്ങനെ വെച്ച് സഹാബത്തിനോട് പറയുന്നു, സഹാബാ പടച്ചറബ്ബേ ഈ കൊടിയെടുത്തിട്ട് എന്റെ വലത് കക്ഷത്തേക്കൊന്ന് വെച്ച് തരുമോ? അങ്ങനെ ജഅഫർ തങ്ങൾ ഇസ്ലാമിന്റെ കൊടിയെടുത്തിട്ട് വലത് കക്ഷത്തേക്ക് വെക്കുകയാ. അല്ലാഹുവേ രണ്ട് കൈയുമില്ലാതെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പടച്ചറബ്ബേ ഇങ്ങനെ പടപൊരുതുന്നത് പോലെ നിൽക്കുന്ന മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു പടച്ചറബ്ബേ ശത്രുക്കൾ കടന്നു വരികയാ, ശത്രുക്കൾ കടന്നു വരികയാ. എന്നിട്ടോ മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അവിടെ നിന്ന് വെട്ടുകയാ. ജഅഫർ റളിയല്ലാഹു തആല കൊണ്ടല്ലോ പടച്ചറബ്ബേ പിടഞ്ഞിട്ട് താഴെ വീഴുകയാ, പിടഞ്ഞിട്ട് താഴെ വീഴുകയാ. അവിടെ കിടന്നിട്ട് പറയുന്ന സഹാബാ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ സ്വർഗത്തിന്റെ പരിമളമുണ്ട് സഹാബാ. ആർക്കാണ് എന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോരാൻ ആഗ്രഹമുള്ളത്? സ്വർഗത്തിലുള്ളവരെന്ന് കടന്നു വരണേ, സ്വർഗത്തിലേക്കുള്ളവരെന്ന് കടന്നു വരുമോ? അള്ളാന്റെ പരമോന്നമായ പരിശുദ്ധമായ സ്വർഗത്തിന്റെ പരിമളം ഇതാ ഇവിടെ അടിച്ചു വീശുകയാ. എനിക്കറിയുന്നുണ്ട് സഹാബാ, എനിക്കറിയുന്നുണ്ട് സഹാബാ എന്നവിടുന്ന് മഹാനവർകളെ വിളിച്ചു പറയുകയാ. എന്റെ പ്രിയമുള്ളവരാ, ഇതല്ലേ ഇസ്ലാമിന്റെ ആവേശം എന്ന് പറഞ്ഞ, ഇതല്ലേ ഈമാനിക ആവേശം എന്ന് പറഞ്ഞ പടച്ചറബ്ബേ ഇതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ടല്ലോ. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാ. റസൂലുള്ളാഹി പറയുന്നു, സഹാബാ അല്ലാഹുവേ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ ശഹീദായിട്ടുണ്ട് സഹാബത്തെ. പടച്ചറബ്ബേ ജഅഫർ ശഹീദായ സഹാബാ, ജഅഫർ ശഹീദായിട്ടുണ്ട് സഹാബാ. പടച്ചറബ്ബേ ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവേ സഹാബത്തിന്റെ വല്ലാത്ത സങ്കടമാവുകയാ, സഹാബത്തിന്റെ കണ്ണ് നിറയുകയാണ്. അവിടെ നിന്ന് സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ് ജഅഫർ ലോകത്തോട് വിട പറഞ്ഞു പോയോ നബിയേ? ജഅഫർ ലോകത്തോട് വിട പറഞ്ഞു നബിയേ? ജഅഫർ ലോകത്തോട് വിട പറഞ്ഞു നബിയേ? റസൂലുള്ളാഹി പറയുന്നു, സഹാബാ ജഅഫർ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാ ജഅഫറിന്റെ വീട്ടിൽ പോയിട്ട് ജഅഫർ ലോകത്തോട് വിട പറഞ്ഞ കാര്യം പറയുക? അതിനാരാ വരിക? പടച്ചറബ്ബേ ഇതങ്ങ് ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവേ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ടവരെ ആലോചിച്ചുകൊണ്ട് സഹാബത്ത് തല താഴ്ത്തി നിൽക്കുകയാ. അവിടെ നിന്ന് സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്
ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ, ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ. പടച്ച റബ്ബേ, അത്രയും ചെറിയ പ്രായമായിരുന്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യക്ക്. അല്ലാഹുവേ, പിഞ്ചു മക്കളാ റസൂലേ, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ നബിയേ. അല്ലാഹുവേ, എല്ലാ സ്വഹാബത്തും അവിടുന്ന് കണ്ണീരോടെ പറയുമ്പോൾ റസൂലുള്ളാഹി പറയുന്നു, സഹാബ എങ്കിലും നമുക്ക് പോകാം, സഹാബ എങ്കിലും നമുക്ക് പോകാമല്ലോ. അവിടുന്ന് റസൂലുള്ളാഹി എണീക്കുകയാണ്, സഹാബത്തിനെ കൂട്ടുകയാണ്, സഹാബത്തും അവിടുന്ന് ഉറങ്ങുകയാ. അല്ലാഹുവേ, അവിടുന്ന് ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുക. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, പടച്ച റബ്ബേ, കുളിച്ചൊരുങ്ങിയിട്ടോ അല്ലാഹ് ഭാര്യയുണ്ടോ, അവിടെ നിന്ന് നല്ല വസ്ത്രം ധരിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്നതും കാത്തിട്ട് നിൽക്കുകയാണല്ലോ. അല്ലാഹുവേ, ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അവിടെ നിന്നോ തന്റെ പ്രിയപ്പെട്ട മക്കളെ കുളിപ്പിച്ചിട്ടോ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് അവിടെ ഇങ്ങനെ കാത്തു നിർത്തുക. വീടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുന്ന ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന വിവരം കണ്ടപ്പോ, ദൂരത്ത് കണ്ടപ്പോ അവിടെ നിന്നും പറയുന്നു, ഉമ്മാ, റസൂലുള്ളാഹിനെ കാണുന്നുണ്ട് ഉമ്മാ. കൂടെ ബാപ്പച്ചിയുമുണ്ടല്ലോ, കൂടെ ബാപ്പച്ചിയുമുണ്ടല്ലോ. പടച്ച റബ്ബേ, അല്ലാഹുവേ, ജഅഫർ തങ്ങൾ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ശഹീദാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഒരു പച്ചക്കിളി എങ്ങനെയാണ് പറന്നു പോകുന്നത്, അതുപോലെ സ്വർഗത്തിലേക്ക് പറന്നു പോയിട്ടുണ്ടല്ലോ. പടച്ച റബ്ബേ, അവിടെ നിന്ന് സങ്കടത്തോട് കൂടിയിട്ടോ അല്ലാഹുവേ, ഭാര്യ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നിൽക്കുക. കാരണം പ്രിയപ്പെട്ട ഭർത്താവ് യുദ്ധത്തിൽ വിജയിച്ചിട്ട് കടന്നു വരികയാണല്ലോ. അല്ലാഹുവേ, ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മക്കളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഓടുകയാണല്ലോ. അല്ലാഹുവേ, എന്നിട്ട് അവിടുന്ന് തിരയുന്നത് ആരെയാ? എവിടെയാ നബിയേ ബാപ്പച്ചി ഉള്ളത്? എവിടെയാ നബിയേ ബാപ്പച്ചി എന്ന് പറഞ്ഞിട്ട് തിരയുക. റസൂലുള്ളാഹിന്റെ പിന്നാമ്പുറത്തേക്ക് നോക്കുകയാണല്ലോ. ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, സഹാബ, പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണല്ലോ, സഹാബത്തോ, ജഅഫറിന്റെ പൊന്നുമക്കളെ തലയിലൊന്ന് കൈ വെക്കണേ, ആ മുടികളിലൂടെ ഒന്ന് തലോടണേ സഹാബ, അവിടത്തേക്കൊന്ന് ചുംബനം കൊടുക്കണേ. പടച്ച റബ്ബേ, ഇതങ്ങ് കാണുന്ന ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുണ്ടല്ലോ, അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജഅഫറിന്റെ മക്കളെ ഇങ്ങനെ താലോലിക്കുന്നത്? ഒരു ബാപ്പയില്ലാത്ത പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് വല്ലാതെ സ്നേഹിക്കുന്നത് പോലെ എന്തിനാണ് നബിയെ ജഅഫറിന്റെ പൊന്നുമക്കളെ ഇങ്ങനെ താലോലിക്കുന്നത്? അവർ തലയിൽ കൈവെക്കുന്നത്, അവർക്ക് ചുംബനം കൊടുക്കുന്നത് എന്തിനാ റസൂലേ? പടച്ച റബ്ബേ, ഇതങ്ങ് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, പൊന്നുമോളെ, ജഅഫർ യുദ്ധത്തിൽ ശഹീദായിട്ടുണ്ടല്ലോ, ജഅഫർ യുദ്ധത്തിൽ ശഹീദായിട്ടുണ്ടല്ലോ. പടച്ച റബ്ബേ, ഇതങ്ങ് പറയുമ്പോ അല്ലാഹുവേ, ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അവിടെ നിന്ന് സങ്കടപ്പെടുകയാ. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, ഒരു വാതിലിന്റെ മറവിലേക്ക് മാറി നിന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ജഅഫർ എങ്ങനെയാ നബിയെ ശഹീദായത്? ഒന്ന് പറയുമോ നബിയെ, ഒന്ന് പറയുമോ നബിയെ? അവിടെ നിന്ന് സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ജഅഫർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പിടയുന്നത് കണ്ടപ്പോൾ പടച്ച റബ്ബേ, വെള്ളവുമായിട്ട് ഓടിയെത്തിയപ്പോ ജഅഫർ തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ജഅഫർ തങ്ങൾ പറഞ്ഞ കാര്യം എന്തെന്നറിയോ നബിയേ?
എനിക്ക് നോമ്പാ, എനിക്ക് നോമ്പാ, ഞാൻ നോമ്പുകാരനായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുകയാ. ഞാൻ പടച്ച റബ്ബിന്റെ അടുത്ത് പോയിട്ട് ഞാൻ നോമ്പ് തുറക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ആ നബിയെ ഇവിടെ പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് ജാഫർ തങ്ങൾ പറയുക, ആ കാണുന്ന പിടഞ്ഞു കിടക്കുന്ന സഹാബത്തുണ്ടല്ലോ, അവർക്ക് വെള്ളം കൊടുക്കണേ സഹാബ, അവർക്ക് വെള്ളം കൊടുക്കണേ സഹാബ. അവിടെ നിന്ന് നോമ്പുകാരനായിട്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞതെന്ന് പറയുമ്പോൾ പടച്ചുറപ്പെ അവിടെ നിന്ന് മഹാനവറുകൾ പറയുക, പടച്ചുറപ്പെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ നിന്ന് പറയുകയാണോ, അൽഹംദുലില്ലാഹ്. അവിടുന്ന് റസൂലുള്ള ചോദിക്കുന്നു, പെണ്ണോ എന്തിനാണ് അവിടുന്ന് പടച്ചുറപ്പിനെ സ്തുതിക്കുന്നത്? അവിടെ നിന്നും പറയുന്നു, മഹാനായ ജാഫർ തങ്ങളുടെ മനസ്സിനകത്തുള്ള ആഗ്രഹം എന്തെന്നറിയോ? മഹാനായ ജാഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിനകത്തുള്ള ആഗ്രഹം എന്തെന്നറിയോ? നോമ്പുകാരനായിട്ട് ലോകത്തോട് വിട പറയാനാ. എപ്പോഴും എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുള്ളതും അതിനായിരുന്നല്ലോ, എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുള്ളതും അതിനാ റസൂലേ. അല്ലാഹുവേ, ആഗ്രഹം പോലെ തന്നെയാണ് ലോകത്തോട് വിട പറഞ്ഞതെന്ന് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം കടന്നു വന്ന നബിയേ, വല്ലാത്ത സന്തോഷം കടന്നു വന്ന നബിയേ. പടച്ചറബിനാടാ ഈമാനിന്റെ ആവേശം എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിലെ ഒരു സമയം മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ച സഹാബിയാ. പടച്ചറബേ, തന്റെ ആരോഗ്യം മുഴുവനും ദീനിന് വേണ്ടിയിട്ട് സമർപ്പിച്ചവരാ. അവിടെ നിന്നതാ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ജാഫറിന്റെ ശരീരമുണ്ടല്ലോ, ജാഫറിന്റെ റൂഹുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹുവേ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വന്നിട്ടോ അല്ലാഹ് പ്രത്യേകമായിട്ടുള്ള സ്വർഗ്ഗത്തിന്റെ പട്ടിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്നവരോ ഞാൻ കണ്ടു സഹാബ, ഞാൻ കാണുന്ന സഹാബ. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ലോക സമൂഹത്തിന്റെ മുമ്പിൽ കിട്ടാനുള്ള കാരണം എന്തേ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ ഒരു മനുഷ്യൻ ശ്രദ്ധവാന്മാരായി മാറുമെന്ന് പറഞ്ഞു. ആ രണ്ട് അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഒരു സമയവും തന്റെ ആരോഗ്യവും ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു പോയതാ.